വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് കൊച്ചു 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 വിശേഷങ്ങളൊന്നുമല്ല, ചുമ്മാ സംസാരിക്കാം. അപ്പൊ ഇനി ഞാൻ എന്തിനാണ് ലൈവിൽ വന്നതെന്ന് പറയാം. നിങ്ങൾ അറിയാം, എല്ലാവർക്കും കണ്ടാണ് ഫ്ളാറ്റിന്റെ പാലുകാച്ചും മറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 4-5 കുറച്ച് ഏകദേശം 2 ആഴ്ചയോളം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പൊതുവെ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് ഒന്ന് ഒതുങ്ങാനൊക്കെ സമയമായി. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് നീങ്ങാനുള്ള സമയമൊക്കെ ആയി എന്ന് ആദ്യമേ അറിയിക്കുന്നു. പിന്നെ 2, ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ടാഗുകളും, അതായത് ഒരു പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും. അപ്പോൾ ഓരോരുത്തർക്കും മറുപടി കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് പബ്ലിക്കായിട്ട് തന്നെ അതിനുള്ള മറുപടി പറയാൻ. കാര്യം പബ്ലിക്കായിട്ട് മറുപടി പറയേണ്ട ഒരു വിഷയം കൂടിയാണ്. അതായത് ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു ഫിസിക്കൽ അസാൾട്ടുമായി ബന്ധപ്പെട്ട് റോക്കി സിജോയെ ഇടിച്ച വിഷയവും തുടർന്ന് അതിനെ തുടർന്ന് പുറത്ത് അതിനെ കൊടുക്കുന്ന ചില സപ്പോർട്ടുകൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്നെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെയുള്ള അത്തരം ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കാര്യമായിട്ട് നടക്കുകയും ഒരുപാട് ആൾക്കാർ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളെ കയ്യേറ്റം ചെയ്യുക, അതായത് നമ്മൾ ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷാർഹമായ കുറ്റമാണ്. അത് ബിഗ് ബോസ് ഹൗസിനകത്തായാലും നമ്മുടെ ഈ കേരളത്തിനുള്ളിൽ നിന്നുകൊണ്ടായാലും. അതായത് അതായത് ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ 324 IPC 324 പ്രകാരം കേസെടുക്കാം, 323 പ്രകാരം കേസെടുക്കാം. ഈ രണ്ട് അടിക്കും, അതായത് ഈ 2 രീതിയിൽ ഒരാളെ കാര്യമായിട്ട് അടിച്ചാലും എന്താ പറയാ, കേസെടുക്കാം, ജാമ്യം കിട്ടും, സ്റ്റേഷനിൽ ജാമ്യം കിട്ടും. കുറച്ചുകൂടെ ഗൗരവകരമായിട്ടുള്ള ഒരു അടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജാമ്യം കിട്ടത്തില്ല. സൺറൂഫ് എനിക്ക് ഒരു സെക്കൻഡ്, ഇതൊന്നും തുറന്നു പോരെ, വെട്ടം കിട്ടിയോ? ഇടയ്ക്ക്. അപ്പൊ ഇനി വിഷയം അപ്പൊ റോക്കി സിജോയെ അടിച്ച വിഷയത്തിൽ യഥാർത്ഥത്തിൽ 326 എന്ന വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പറ്റുന്ന ഒരു ഗൗരവകരമായ ഒരു കുറ്റമാണത്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അത്രയും ഗൗരവകരമായ ഒരു കുറ്റം ചെയ്ത ഒരാളെ ഷോയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനി അവിടെ ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിച്ചു കുറെ ആൾക്കാർ, ഞാനായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടി മേടിക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധിയെന്നേ നമ്മളൊക്കെ ചിന്തിക്കത്തുള്ളൂ. കാര്യം ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ഷോ അല്ല, മനുഷ്യരുടെ ഷോയാണ്. അവിടെ തലച്ചോറാണ് പ്രവർത്തിക്കേണ്ടത്, മനസാന്നിധ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അപ്പൊ എവിടെ എന്ത് എന്നുള്ളതിടത്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യമാണ് എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ടാകേണ്ടത്. അതിലുപരി ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ കൂടിയാണ് എന്നുള്ളൊരു ബോധ്യം കൂടി വേണം. ഇവിടെ മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഒരാളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും പല രീതിയിലുള്ള തന്ത്രങ്ങളും നമുക്കെതിരെ പയറ്റാം. ഇപ്പം കഴിഞ്ഞ സീസണിലെ തുടക്കത്തിൽ സാഗർ എനിക്കെതിരെ ശക്തമായ രീതിയിൽ എന്തെല്ലാം പ്രൊവോക്കേഷൻസ് നടത്തി. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അവൻ എന്നെ പിടിച്ച് തള്ളി. സത്യമല്ല, എന്നെ പിടിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുകയും ചെയ്തു. പുറത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉപദ്രവിച്ചേനെ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അതാണ് കഴിഞ്ഞ ഈസ്റ്റർ ദിവസം, ഏകദേശം ഈ ഒരു ടൈമിംഗാണ് ഇപ്പോൾ ഈസ്റ്റർ വരാൻ പോകുന്നു. അപ്പോൾ പിന്നീട് സാഗറും ഞാനും തമ്മിൽ പലവിധ പ്രൊവോക്കേഷൻസ് ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ സാഗറിനോട് തമാശ രൂപേണ പറഞ്ഞു കഴിഞ്ഞാൽ, തമാശയിലെ ദേഷ്യപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇമാതിരി തെണ്ടികളെ ഞാൻ തല്ലാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ ഞാൻ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. പിന്നീട് ജുനൈസ് ആവർത്തിച്ച് ഏതെല്ലാം രീതിയിൽ പ്രൊവോക്കേഷൻസ് ചെയ്തു, ജയിലിൽ വെച്ചിട്ട് അത് ശക്തമായ രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. അപ്പൊ ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ നമ്മുടെ മനസാന്നിധ്യം വിടാതിരിക്കുക. കാരണം നമ്മൾ നിൽക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. പിന്നെ 2, ഇനി തല്ലി ജയിക്കുന്ന ഒരു ഷോ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സീസണിൽ മിഥുൻ ജയിച്ചേനെ. കാര്യം മിഥുൻ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഫൈറ്ററാണ്. അവിടെയാണ് നമ്മൾ ഈ മിഥുനൊക്കെ റെസ്പെക്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഒരാളെ പോലും ഫിസിക്കലി ഉപദ്രവിക്കാതെ ആ ഷോയിൽ പരമാവധി പിടിച്ചു നിന്ന മിഥുന് അവന്റെ മനസാന്നിധ്യം കൊണ്ടാണ്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്ന മൊമെന്റിൽ ഉപദ്രവിക്കാം. അപ്പം ഈ തല്ലി ജയിക്കുന്ന ഷോ അല്ല. അതുകൊണ്ട് ഈ ടോക്സിസിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടിയും വഴക്കും കാണാനല്ല ജനം ഇരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള വളരെ കുറച്ച് യൂട്യൂബേഴ്സ്. അതുകൊണ്ട് ഞാൻ അവന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണം പറയാം. അർജുന് എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻ ഫോളോയിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അർജുന്റെ ഒപ്പീനിയൻ പോളുകളിലും മറ്റും തന്നെ അർജുന് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. അത് ഞാൻ കണ്ടു. എന്നാൽ അർജുന്റെ ഒരു കണ്ടന്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അയാളുടെ നിശബ്ദത, സൈലൻസ്, കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു റിനോഷനും ഇതേ കണക്ക് തുടക്കത്തിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലരും വന്ന് കമന്റ് ഇടുന്നുണ്ട്, ഇവൻ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട്. അതായത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് പോലെ അല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമാണ് അവിടെ വേണ്ടത്. അർജുന്റെ ആ സൈലൻസിനെയും, അതായത് അവിടെ ഒരു വ്യക്തിത്വം, അവന്റെ വ്യക്തിത്വം അതാണ് അവിടെ കാണിക്കേണ്ടത്. അല്ലാതെ കണ്ടന്റുകൾ നമ്മൾ ഇന്നത് ചെയ്യണം, ഇന്നത് ക്രിയേറ്റ് ചെയ്യണം എന്ന രീതിയിൽ ബോധപൂർവം അവിടെ പോയി ചെയ്യുമ്പോൾ പ്രേക്ഷകരും കണ്ടസ്റ്റന്റും തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഷോ കണ്ട സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, അയ്യോ അഖിൽ എന്നെ പോലല്ലേ, അഖിലിന്റെ റിയാക്ഷൻ എന്നെ പോലല്ലേ, അല്ലെങ്കിൽ എന്റെ ചേട്ടനെ പോലല്ലേ, ഞാൻ കണ്ടുന്ന എന്റെ സുഹൃത്തിനെ പോലല്ലേ, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ കാണുന്ന ഒരാളെ പോലല്ലേ. അങ്ങനെ നിങ്ങളുമായിട്ട് ഇമോഷണലി എവിടൊക്കെ കൊണ്ടോ കണക്ട് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയതും
എന്നെ എതിർത്തിരുന്ന പല ആൾക്കാർക്ക് പോലും പിന്നീട് എന്നെ അനുകൂലിക്കേണ്ടി വന്നതും ഇതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആ മത്സരാർത്ഥികൾക്ക് ജനങ്ങളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകണമെങ്കിൽ അവരവിടെ റിയലായി തന്നെ നിന്ന് പെരുമാറണം. ഈ റിയാലിറ്റി നഷ്ടപ്പെടുമ്പോഴായിരിക്കും പ്രേക്ഷകന് തോന്നുന്നത് കാണിക്കുന്നത് ബോധപൂർവം കണ്ടന്റിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുകയാണെന്നുള്ളത്. ഞാൻ മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടന്റുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ നിലനിൽപ്പിനും ഈ പറഞ്ഞ യൂട്യൂബേഴ്സിന്റെ ജീവിത മാർഗവും കൂടിയാണ്. അപ്പൊ അവർക്ക് ഏത് കണ്ടന്റ് കിട്ടിയാലും മതി എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം. ആഹാരമാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ആഹാരം മോശമായാൽ എങ്ങനെയിരിക്കും? അത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും. എന്നതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കപ്പെടുന്ന കണ്ടന്റുകൾ മോശമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ തന്നെ അതൊരു വലിയ നെഗറ്റിവിറ്റിയും ടോക്സിസിറ്റിയും സ്പ്രെഡ് ചെയ്യുന്നൊരു ഷോ ആയിട്ട് മാറും. അപ്പം ഇത് ഞാൻ അതാണ് പറഞ്ഞത്. പല ആളുകൾ ഇപ്പം നമ്മൾ ചർച്ചകളിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ബിഗ് ബോസിനെ ഒരു നല്ല ഷോ എന്ന് പിന്നീട് എനിക്ക് പറയേണ്ടി വന്നത്, സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് പലപ്പോഴും ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നത്. സമൂഹത്തിലെ 18 തരം സ്വഭാവത്തിൽപ്പെടുന്ന 18 തരം കാറ്റഗറിപ്പെടുന്ന ആൾക്കാർ അവിടെ പോയി നിൽക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ കൊണ്ടുണ്ടായിരുന്ന ശോഭ ഒരല്പം ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയ, വീട്ടിൽ ഹസ്ബൻഡിനാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സ്ത്രീയാണ്. അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ശോഭയാണ് ഞാനെന്ന് തോന്നുന്ന എത്രയോ സ്ത്രീകൾ ഇന്ന് കേരളത്തിലുണ്ടാവും. അവിടെ ആ പ്രേക്ഷകരുടെ പ്രതിനിധിയാണ് ശോഭ. അതേ കണക്ക് എന്റെ പോലെ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഞാൻ മാറും. അപ്പൊ അവിടെയാണ് ഈ വോട്ടിങ് ഒരാൾക്ക് അനുകൂലമായി വരുന്നത്. ജുനൈസിനെ പോലെ ചിന്തിക്കുന്ന, പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടാവണം. പക്ഷെ അതിനൊക്കെ സത്യസന്ധത വേണം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും നിങ്ങളെ അതിനുള്ളിൽ കാണാൻ പറ്റും. സമൂഹത്തിന്റെ കണ്ണാടി പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും കാണാൻ പറ്റും. ഇവിടെ ആരെയാണ് ജനം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നിങ്ങളെ സമൂഹം ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഇതിൽ ആരായി മാറണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഒരാളെ വെറുക്കുമ്പോൾ ആ വെറുക്കുന്ന ഒരുത്തന്റെ സ്വഭാവമാണോ നിങ്ങൾ കാണിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പൊ ഈ സീസണിൽ നിന്ന് ഒരാഴ്ചയിൽ ഒരാൾ ഔട്ടായി പോകുമ്പോൾ അയാൾ എന്തുകൊണ്ട് ഔട്ടായി എന്ന് നിങ്ങൾ പഠിക്കണം. അയാളുടെ എന്ത് കയ്യിലിരിപ്പ് കൊണ്ടാണ് അയാൾ ഔട്ടായി പോയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു ഷോയെ കേവലം അടിയും വഴക്കും തൊഴുമ്പും മാത്രം കാണുന്ന ഒരു ഷോയാക്കി മാറ്റുകയാണ് ഇവിടെ. പിന്നെ ഈ ഷോയിൽ പ്രൊവോക്കേഷൻസ് ഉണ്ടാവും, പല രീതിയിലുള്ള കാരണം ഇതെന്താണ്, ഇത് ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ തിയറി. ഇവിടെ ഏത് വിധേനയും പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുക, അതോടൊപ്പം തന്നെ ജനത്തിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുക, കൂർമ്മ ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും കൗശലതയും മനസാന്നിധ്യവും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും, ഒരേ സമയം തന്നെ ശാരീരികമായിട്ടുള്ള കഴിവും, അതേ സമയം തന്നെ മാനസികമായിട്ടും ബൗദ്ധിക തലത്തിലുള്ള കഴിവുകളും ഒക്കെ കൂടിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോയി ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റൂ. അല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും 100 ദിവസമൊക്കെ അല്ലാതെ അവിടെ നിശബ്ദമായിട്ട് തികയ്ക്കാൻ പറ്റും. ആരുടെയും ശത്രുതയില്ല, അതിനകത്ത് നിന്നാൽ ചിലപ്പോൾ നോമിനേഷൻ വരാതിരിക്കും. ഇങ്ങനെയുള്ള പലവിധ റീസണുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ ഏത് നമ്മൾ തെരഞ്ഞെടുക്കണം എന്ന് പറയണം എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളും കാര്യങ്ങളും പുറത്ത് നടക്കുമ്പോൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം? ഇപ്പം റോക്കി മനസ്സിലാക്കണമായിരുന്നു തന്നെ സിജോ പ്രൊവോക്ക് ചെയ്യുന്നത് തന്നെ പുറത്താക്കാനാണെന്നും, റോക്കിയെ പോലെ ഒരു മികച്ച മത്സരാർത്ഥി പുറത്തായി കഴിഞ്ഞാൽ അതിന്റെ നേട്ടം സിജോയ്ക്കാണെന്നും. ഞാനൊരു ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഞാൻ മസ്കറ്റില് ഒരു ഫംഗ്ഷന് പോയ സമയത്ത് അവിടെ ഇത് കണക്കൊരു ഓപ്പൺ ചാറ്റ് ഷോ നടത്തുന്നു. അപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കിട്ടിയ അടി കൊണ്ട് ആണോ അഖിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പലപ്പോഴും പ്രതികരിക്കുന്നത് എന്നൊരു ചോദ്യം ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഒരു മറുപടിയും കൊടുത്തു. അടിച്ചവൻ ഇപ്പോഴും നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അടി കൊണ്ട എന്നെ 5 ലക്ഷം രൂപ എന്തെന്ന് നിങ്ങൾ ഇവിടെ വിളിച്ചിരുത്തിയിട്ടുണ്ട് എന്ന് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പറയുകയും ചെയ്തു. അതാണ്, അടിക്കുന്നവൻ ലോകത്തെന്നും പരാജയപ്പെടുന്നവനായിരിക്കും. അടിക്കുന്നവൻ എല്ലാ കാലത്തും പരാജയപ്പെടുന്നവനായിരിക്കും. അടി കൊള്ളുന്നവനായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടി കൊണ്ട ഒരാളാണ് ഗാന്ധി. അപ്പം അല്ലാതെ ബ്രിട്ടീഷുകാരെ അദ്ദേഹം കയ്യേറ്റം ചെയ്യാൻ പോയിട്ടില്ല. അപ്പൊ അവിടെ നെൽസൺ മണ്ടേല, നമ്മൾ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരാള് ശാരീരികമായിട്ടുള്ള കഴിവ് കൊണ്ട് സമൂഹത്തെ ജയിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റിങ്ങിൽ ഒരു ബോക്സർക്ക് പുറത്തിറങ്ങി, ഇപ്പൊ സുശീൽ കുമാർ സിന്റെ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മനുഷ്യനാണ്. ജയിലിൽ കിടക്കുക, എന്താ കാര്യം? ഇത് പുറത്ത് കാണിച്ചു. അപ്പൊ ഇപ്പം വിജേന്ദ്ര സിംഗ് റിങ്ങിനുള്ളിൽ വെച്ച് ഒരുത്തനെ ഇടിച്ചിട്ടിട്ട് ഞാൻ വലിയ ബോക്സറാ, ഞാൻ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ആളാണ്, ഒരൊറ്റ അടുത്ത് എന്റെ അടുത്തേക്ക് അടുക്കണ്ടെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി കാണിച്ചാൽ ഈ കരാട്ടയും ബ്ലാക്ക് ബെൽറ്റും പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവര് ഏറ്റവും കൂടുതൽ ഇവർക്ക് മനസ്സുറപ്പ് ഭയങ്കരമായിരിക്കും, ഇവര് ക്ഷമ ഭയങ്കരമായിരിക്കും. ബേസിക്കലി ഇത് പഠിപ്പിക്കുന്ന ഇതാണ്. അതായത് ഏത് ശാരീരിക അധ്വാനത്തെ, ഏത് ഫിസിക്കൽ ഗെയിമുകളാണോ ആ ഗെയിമിൽ മാത്രമാണ് അത് എടുക്കേണ്ടത്.
അപ്പൊ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു മത്സരമാണ് ബിഗ് ബോസ് എന്ന് ആണ് ആദ്യത്തെ ബോധ്യം ഉണ്ടാവേണ്ടത്. ആരെയും അനുകരിക്കലല്ല ബിഗ് ബോസിൽ, നമ്മൾ നമ്മളായി നിലനിൽക്കുക എന്ന് പറയുന്നിടത്താണ് സക്സസ് ഉണ്ടാവുന്നത്. അത് തിരിച്ചറിയാനുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടാവും. ഇവരെല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട ഘടകം ജനങ്ങൾ വിഡ്ഢികളാണെന്ന് ധരിക്കുന്നിടത്താണ്. അതായത് ഞാൻ ഇന്നത് കാണിച്ചാൽ ഞാൻ പുറത്തിന്നതാകും എന്ന മുൻധാരണയോടുകൂടി അവിടെ പോയി ഓരോന്ന് കാട്ടിക്കൂട്ടും. അത് വളരെ കൃത്യമായി തിരിച്ചറിയാൻ ബോധ്യമുള്ള ജനതയാണ് പുറത്തുനിന്നുള്ളതും. പ്രേക്ഷകർ മണ്ടരല്ല എന്നുള്ളതുമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ കാണിക്കുന്ന കുക്ക്ഡപ്പ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കോണ്ടന്റുകളെ പുറത്ത് നെഗറ്റീവാക്കി മാറ്റുന്നത്. പിന്നെ സമൂഹത്തിൽ ഒരാളെ കടന്നാക്രമിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള അമിതമായ വിരോധം ഒരാൾക്ക് അനുകൂലമായി മാറും. അതിന്റെ കൃത്യമായ റിഫ്ലക്ഷൻ അല്ലേ നമ്മൾ ഇപ്പം അടുത്തിടെ 2 ആഴ്ചയ്ക്ക് മുമ്പ് സത്യഭാമ നടത്തിയ ഒരു പരാമർശം. സത്യഭാമ RLV രാമകൃഷ്ണന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും RLV രാമകൃഷ്ണൻ അടുത്തിടെ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ കഴിവുകൊണ്ടോ കാര്യങ്ങളോ കൊണ്ടോ അല്ലെങ്കിൽ പോലും സമൂഹത്തിൽ വലിയൊരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചു. എന്താ കാര്യം? സത്യഭാമയോടുള്ള വിരോധം അല്ലെ? ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. ഒരാൾക്ക് ഒരാളോട് വിരോധം തോന്നുമ്പോൾ ഇപ്പോൾ ഈ സീസണിൽ ഇപ്പൊ ജാസ്മിനോടും ഗബ്രിയോടും അവരുടെ കോമ്പിനേഷനിൽ കാണുന്ന ഫേക്ക്നെസിനോടും തോന്നുന്ന ഒരു ഇറിറ്റേഷൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഷോ കാണുന്ന ആൾക്കാർക്കിടയിൽ വല്ലാത്ത രീതിയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു സോഫ്റ്റ് കോർണർ വർക്ക് ചെയ്യുന്നത്. അത് അവരുടെ കഴിവുകൊണ്ടല്ല. അതൊരിക്കലും, അതായത് ഇപ്പുറത്തൊരു വിരോധം അതിശക്തമായിട്ട് അതായത് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് തോന്നുന്ന ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തകട്ടി വരുന്ന സമയത്ത് ഈ വ്യക്തിക്കെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന മൊമെന്റിൽ പ്രേക്ഷകന്റെ ചിന്തയ്ക്കനുസരിച്ച് ഹൗസിനുള്ളിൽ ഒരാൾ പെരുമാറുമ്പോൾ അവിടെ അയാളോടൊരു ഇഷ്ടം തോന്നും. അതാണ് ചില ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ മിക്സ്ഡപ്പ് ആയിട്ട് വരണം. അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നവരോടും അല്ലെങ്കിൽ നമ്മുടെ ഇവരോടും എല്ലാം പറയാനുള്ളത് ഇത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന് തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അത്തരത്തിൽ ഷോയെ കൃത്യമായി അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. മത്സരാർത്ഥികളെ അവരുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അവര് മികച്ച രീതിയിൽ പ്രേക്ഷകർക്ക് മര്യാദയുള്ള, പ്രേക്ഷകർക്ക് പഠിക്കാൻ കഴിയുന്ന, പ്രേക്ഷകർക്ക് ചിന്തിപ്പിക്കാൻ കഴിയുന്ന, ചിരിക്കാൻ കഴിയുന്ന, മുന്നോട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓർത്തു വെക്കാൻ കഴിയുന്ന നല്ല കോണ്ടന്റുകൾ കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഇപ്പം റോക്കിയും ഞാനും തമ്മിലായിരുന്നു വിഷയമുണ്ടായിരുന്നത് എന്ന് ചോദിച്ച കമന്റുകൾക്ക് മറുപടി, അതിനകത്ത് റോക്കി ഇടിച്ചാൽ സന്തോഷപൂർവ്വം ഞാനൊരു ഇടി മേടിക്കും, ഞാൻ പോയിരുന്നു പൊട്ടിച്ചിരിക്കും, റോക്കി പോയിരുന്നു പൊട്ടിക്കരയും. ഇതാണ് ഈ ബിഗ് ബോസ് ഹൗസിനുള്ള ബുദ്ധി എന്ന് പറയേണ്ടത്. അത് പരമാവധി ശ്രമിച്ച ആൾക്കാരാണ് കഴിഞ്ഞ സീസണിലും ഒക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. റോക്കി നല്ലൊരു മത്സരാർത്ഥിയായിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൊച്ചു പാളിച്ച, അയാളുടെ ഇത്രയും വർഷക്കാലത്തെ അധ്വാനം, അയാൾ ഇത്രയും വർഷക്കാലത്തെ കാത്തിരിപ്പ്, എനിക്ക് ഈ ബിഗ് ബോസിൽ ആരെങ്കിലും നേരിട്ട് ഒരു തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളെങ്കിൽ ഒരാൾ അത് റോക്കി ആയിരുന്നു. പക്ഷെ റോക്കി പോകുന്നതിന് മുമ്പ് അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്ത അയാളുടെ മര്യാദ. കാര്യം അയാളുടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. കഴിഞ്ഞ സീസണിലെ വിന്നറെ ഒരു തവണയെങ്കിലും കാണുക, അല്ലെ അനു ജോസഫ് വഴി അഖിലെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാതിരുന്നത് അയാളുടെ കോൺഫിഡൻസ് തന്നെയായിരുന്നു. 100% ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ആ കോൺഫിഡൻസ് അയാൾ അതിനകത്ത് സൃഷ്ടിച്ച കണ്ടന്റുകളിൽ നിന്ന് മാറി ഒരു നിമിഷം മനസ്സൊന്ന് പാളിപ്പോയത്. ഇപ്പം പല കൊലപാതക കേസിലെ പ്രതികളോട് നമ്മൾ പേഴ്സണലി പോയി ചോദിച്ചാൽ അവർ പറയും ഒരു നിമിഷത്തെ പാളിച്ചയാണ് ജീവിതമില്ലാതായി ജയിലിൽ കിടക്കുന്നതെന്നുള്ളത്. ഇതൊക്കെയാണ് തിരിച്ചറിയേണ്ടത് നിങ്ങൾ. ഇപ്പൊ റോക്കി സിജോ വിഷയത്തിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചാൽ, ഒരുവന്റെ എല്ലാ അധ്വാനവും ഒറ്റ നിമിഷത്തെ പ്രശ്നത്തിൽ ഒരൊറ്റ നിമിഷത്തെ ചിന്തയിൽ ഇല്ലാതായില്ലേ? ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ നാളെ ഒരുത്തം വരും, ഇതേ കണക്ക് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇടിക്കാൻ എളുപ്പമാ, കയ്യിരിക്കുന്ന ഒരു കത്തി. ഇതെന്താണ് പ്രയാസം? ഇവിടെ പല ആൾക്കാരും വലിയ രീതിയിൽ വീരവാദം മുഴക്കുന്നുണ്ട്. എടാ, കയ്യിലൊരു തോക്കുണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിലൊരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിലൊരു മാരകായുധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് ആരെ ആക്രമിക്കാൻ പറ്റാത്തത്? ഇത്രയും ബോധമില്ലാത്ത ഒരു തലമുറയാണോ വളർന്നു വരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് കേമന്മാരാവുന്നത്? വാളെടുത്തവൻ വാളാലെന്നൊരു ചൊല്ലുണ്ട്. ഒരാളെ അടിക്കാൻ എന്താണ് പ്രയാസം? ഏറ്റവും എളുപ്പമുള്ള പണി അതാണ്. ചിലപ്പോൾ 10 അടി നമുക്ക് കൊണ്ടേക്കാം. നമ്മളുടെ കൈ കിട്ടുന്ന ഒരു സാധനം എടുത്ത് ഒരുത്തന്നെ തിരിച്ചടി ചിലപ്പോൾ മരിച്ചു പോകും. പക്ഷെ ആജീവനാന്തല്ല നമ്മൾ ജയിലിൽ കിടന്നോണം. അതുകൊണ്ട് ഇതിനെയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, വിവരക്കേടിനെ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്. മനല്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതാണ്. സിജോ പ്രൊവോക്ക് ചെയ്യണം. സിജോ പ്രൊവോക്ക് ചെയ്യാനാണ് അതിനകത്തേക്ക് കയറി പോയേക്കുന്നത്. 1000 തവണ ഇപ്പൊ എന്നെയാണ് സിജോ അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നറിയോ? സിജോ എടുത്ത് മാക്സിമം മൂവിപ്പിക്കും. നീ തൊട്ടു നോക്കറാ, തൊടുറാ, നീ തൊടുറാ, അയ്യേ മൂഞ്ചത്തേ ഉള്ളു എന്ന് ഞാൻ അടുത്ത അവൻ എന്നെ തൊടുമ്പോ ഞാൻ പറയാം, നീ മൂഞ്ചത്തേ ഉള്ളു, നീ എന്നെ പുറത്താക്കാനുള്ള വേല നിന്റെ കൈ വെച്ചിരുന്നാൽ മതി എന്ന് ഞാൻ പറയും. ആ സ്പോട്ടിൽ. കാരണം ഇവൻ എന്തിനാണ് എന്നോട് പറയുന്നത് എന്ന് 100 പ്രാവശ്യം എന്റെ മനസ്സിൽ ചിന്തിച്ച്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചിന്തിച്ച്, ഞാനിവിടെ നിന്ന് പുറത്തു പോയാൽ ഇവൻ ചിരിക്കുമെന്നത് ചിന്തിച്ച്,
ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കാൻ ഒരു സമൂഹം ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് അവനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ കൊടുത്തുകൊണ്ട് അവൻ ജീവിതത്തിൽ എന്നെ പിന്നെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആക്കിയിടും. അപ്പൊ അതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. തലച്ചോറും മനസ്സുമാണ് ബിഗ് ബോസ് പോലത്തെ ഷോയിൽ വേണ്ടത്. പുറത്തും അതാണ് വേണ്ടത്, നിങ്ങൾക്കും അതാണ് വേണ്ടത്. നമുക്ക് മുന്നിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സത്യസന്ധത വേണം, നന്മ വേണം, നീതി വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, ഇപ്പൊ ഹൗസിനുള്ളിൽ എന്നെ കുറെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഒരു ആക്ടിവിറ്റി പുറത്ത് നെഗറ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നു ഞാനെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഒരാൾക്കെങ്കിലും നമ്മളെ ഇഷ്ടം തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആരോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അതിന്റെ ഫലം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ റിലീസായി. എന്നോ ഒരു കാലത്ത് മണലാരണ്യങ്ങളിൽ കിടന്ന് ജീവൻ പോകുന്ന അവസ്ഥയിൽ നിന്ന നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ അന്ന് ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ അയാൾ അന്ന് ചിന്തിച്ചോ കാലങ്ങൾക്കിപ്പുറം കേരളത്തിൽ ഒരു നായകനോളം തന്നെ തന്റെ പേരും കേരളം ചർച്ച ചെയ്യപ്പെടുമെന്ന്? അയാളുടെ അന്നത്തെ അത് പടച്ചോൻ കണ്ടതുകൊണ്ടാണ്, ആ കഷ്ടപ്പാട് പടച്ചോൻ കണ്ടതുകൊണ്ടാണ് ഇന്ന് നജീബിനെ കേരളം തിരിച്ചറിഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ഓരോ അധ്വാനത്തിനും വിലയുണ്ടാകുമെന്ന് അറിയണം. മഞ്ഞുമൽ വോയിസ് എന്ന് പറയുന്ന സിനിമ മലയാളത്തിന്റെ അഭിമാനമായിട്ട് മാറി കേരളത്തിൽ ഇത്രയും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് കുഴിയിൽ വീണ സുഭാഷിനെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോ കുട്ടേട്ടൻ എന്ന് വിളിച്ച ചെറുപ്പക്കാരന് ഇതറിയാമോ, ഞാൻ ഇന്ന് എന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ കുഴിയിൽ ഇറങ്ങുമ്പോ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് എന്റെ നിങ്ങളെ ഈ സംഭവം ഒരു സിനിമ എടുക്കും, അതുകൊണ്ട് ഞാൻ ചെയ്തേക്കാം, അതുകൊണ്ട് ഞാൻ ഫേക്കായിട്ട് ഇത് കാണിച്ചേക്കാം. അയാളുടെ ഉള്ളിൽ തന്റെ സുഹൃത്തിനോടുള്ള ആത്മാർത്ഥത, എന്റെ കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന ഞാനാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയുടെ മുന്നിൽ അവനെ കൊണ്ടുവിടണം, പോകുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകും എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടല്ലേ അവര് ആ കുഴിയിൽ ഇറങ്ങി ആ മനുഷ്യനെ രക്ഷിച്ചത്, ആ ചെറുപ്പക്കാരനെ രക്ഷിച്ചത്. അതിന് ആത്മാർത്ഥതയുണ്ടായിരുന്നു, അതിന് സത്യസന്ധതയുണ്ടായിരുന്നു. എന്നും കരുതി നാളെ 2-3 പേര് ടൂർ പോവുകയാണ്, ടൂർ പോയിട്ട് ഒരുത്തനെ രക്ഷിച്ചേക്കാമെന്ന് കരുതി കൂടെ പോകുന്നൊരുത്തനെ തള്ളി കുഴിയിലിട്ടിട്ട് ഭാവിയിൽ ഇത് സിനിമയാവും, ഭാവിയിൽ ഞാൻ കേരളത്തിൽ വലിയ സ്റ്റാറാവൂ എന്ന് കരുതിയിട്ട് ഒരുത്തൻ കുഴിയിലിറങ്ങി ബോധപൂർവ്വം രക്ഷിക്കാൻ നോക്കുന്ന ഒരു പരിപാടി ചെയ്താൽ അത് തിരിച്ചറിയാനുള്ള ബോധം ജനങ്ങൾക്കുണ്ടാവും. അതാണ് ബിഗ് ബോസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിലും ലളിതമായിട്ട് ബിഗ് ബോസിന്റെ കാര്യങ്ങളെ വിശദീകരിക്കാൻ പറ്റില്ല. ഉള്ളിൽ ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ജനവും ദൈവവും തിരിച്ചറിയും എന്ന ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ജീവിതത്തിൽ ഗുണകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. എങ്ങനെ പോലും കട്ട് ചെയ്യുന്നത് അറിയാൻ പറ്റില്ല.